വളരെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കൃത്യം 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഞാൻ കാണുന്നത്. സാധാരണ നമുക്ക് അങ്ങനെ സാധിക്കാറില്ല. ഇപ്പൊ ഞങ്ങൾ തന്നെ പലപ്പോഴും 5 മിനിറ്റ് ലേറ്റ് ആയിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷെ ഇവിടെ 6 മണിക്ക് തന്നെ ഏകദേശം 120ഓളം ആളുകളെ ഞാൻ കണ്ടു, 130ഓളം ആളുകളെ കണ്ടു. ഇപ്പൊ അത് 190 ആയിട്ടുണ്ട്. ഹമീദ് ഉസ്താദ് പറഞ്ഞവര് ചിലരൊക്കെ പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നേ ഉണ്ടാവുള്ളൂ. എന്തായാലും ഒരു കാര്യം എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും, ഈ 6 മണിക്ക് കണ്ട 126 പേരും ഇതിനകത്ത് ഡയമണ്ട്സ് ആണ്, ഇതിനകത്ത് വിജയിക്കാൻ പോകുന്ന ആളുകളാണ്. കാരണം അവരാണ് ഇതില് അത്യാവശ്യക്കാര്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിനുശേഷം വരുന്ന ആൾക്കാരൊന്നും അത്യാവശ്യക്കാരല്ല, അവർക്കൊക്കെ ആവശ്യമുണ്ട്, പക്ഷെ അത്യാവശ്യക്കാരല്ല. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് സുരേഷ്, മഞ്ചേരിയാണ് സ്ഥലം. പ്രൊഫഷണലി ഞാനൊരു ബിസിനസ്മാൻ ആണ്. കഴിഞ്ഞ ഏകദേശം 30 വർഷത്തിലധികമായിട്ട് ബിസിനസ് മേഖലയിലുള്ള ആളാണ്. 2017 ഞാൻ MI ലൈഫ് സ്റ്റൈൽ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. 2017 MI ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് കേട്ട സമയത്ത് ഞാൻ മഞ്ചേരിയിലെ ഒരു വോഡോഫോൺ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. മാസം ഏകദേശം ഒരു 70,000 രൂപയോളം സ്ഥിര വരുമാനം കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത്. എൻ്റെ വൈഫ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കും വൈഫിനും കൂടി ഒരു മാസം ഏകദേശം 1 ലക്ഷം രൂപ സ്ഥിര വരുമാനം കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് കടം വീട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തത്. കാരണം 2017 ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന സമയത്ത് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്വന്തമായിട്ട് 2 വീടുണ്ട്, ഫിനാൻഷ്യലി ഞാൻ സെറ്റിൽഡ് ആണ്. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്, അത് സാക്ഷാത്കരിക്കണമെങ്കിൽ എനിക്ക് അപ്പൊ കിട്ടുന്ന ആ 1 ലക്ഷം രൂപ പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തത്. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി കേട്ട സമയത്ത് ഞാൻ ഒറ്റയടിക്ക് ഏറ്റെടുത്തിട്ടില്ല. കാരണം 2000 ഏകദേശം 25 വർഷങ്ങൾക്ക് മുൻപേ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് പരാജയപ്പെട്ട ആളാണ് ഞാൻ. എൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഏതൊരു മേഖലയിലേക്ക് ഇറങ്ങിയാലും അവിടെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, കഠിനാധ്വാനം ചെയ്യും, പരമാവധി അതിൽ വിജയിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ വർക്ക് ചെയ്യും. ഒരു വിധം എനിക്ക് സാധിക്കില്ല എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അതൊന്ന് പിന്നോട്ട് മാറുള്ളൂ. 2000 ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്നു. 2004 വരെ ഞാൻ കഠിനാധ്വാനം ചെയ്തു ആ ബിസിനസ്സിൽ. പക്ഷെ എനിക്ക് വലിയൊരു പരാജയമാണ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ പിന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നേട്ടാൻ എനിക്ക് പേടിയായിരുന്നു. 2017 എൻ്റെ അടുത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വന്ന സമയത്തും ഞാൻ അതിനെ സംശയത്തോടു കൂടിയാണ് കണ്ടത്. അങ്ങനെ MI ലൈഫ് സ്റ്റൈലിൽ ഞാൻ ജസ്റ്റ് ID അടിച്ചു എന്നത് മാത്രമേ ഉള്ളൂ, ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ 2 മാസം ഞാൻ മാറി നിന്നു ബിസിനസ് ചെയ്യാതെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം എൻ്റെ ലീഡർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുരേഷേ, ഒരു ഞായറാഴ്ചയാണ്, സുരേഷേ ഈ വരുന്ന ഞായറാഴ്ച എറണാകുളത്ത് ഈ ബിസിനസ്സിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന ഒരു വ്യക്തി വരുന്നുണ്ട്, നീ ഒന്ന് വന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ MI ലൈഫ് സ്റ്റൈലിലൂടെ വരുമാനം കിട്ടുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്തായാലും കേരളത്തിൽ അന്ന് 35 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന ഒരാൾ എറണാകുളത്ത് വരുന്നുണ്ടെന്ന് കേട്ടപ്പോ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ ഒറ്റയ്ക്ക് എറണാകുളം വരെ പോയി. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നിപ്പോ ഈ വെബ് മീറ്റിംഗിൽ പോലും നിങ്ങളെ വിളിച്ച് കയറ്റിയത് ചിലപ്പോൾ നിങ്ങളുടെ ലീഡർ ആയിരിക്കും, നിർബന്ധിച്ച് കയറ്റിയതായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് അന്ന് എറണാകുളത്തേക്ക് എന്നെ ആരും കൊണ്ടുപോയതല്ല, എൻ്റെ ലീഡറൊന്നും എന്നെ കൊണ്ടുപോയിട്ടില്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് രാവിലെ 5 മണിയുടെ ബസ്സിന് KSRTCയിൽ എറണാകുളത്തേക്ക് പോയി. എന്തിനാണെന്നറിയോ? ഈ വരുമാനം വാങ്ങുന്ന ആളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് വരുമാനം, പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടുന്ന 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു സംഗതിക്ക് ഇറങ്ങുള്ളൂ. അല്ലാണ്ട് വെറുതെ ആരെങ്കിലും പറഞ്ഞാലൊന്നും ഞാൻ ഇറങ്ങില്ല. അങ്ങനെ എറണാകുളത്ത് പോയി ഞാൻ ആ വ്യക്തിയെ കണ്ടു. ആ വ്യക്തി ഒരു അരമണിക്കൂർ ആകെ സംസാരിച്ചിട്ടുള്ളൂ.
അരമണിക്കൂറിൽ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അദ്ദേഹത്തിന് കിട്ടിയ വരുമാനത്തെ കുറിച്ചാണ്. MI ലൈഫ് സ്റ്റൈലിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ വരുമാനത്തെ കുറിച്ചും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള അസറ്റുകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ്, അദ്ദേഹത്തിന്റെ കാറുകള്, സത്യത്തിൽ ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ ഒരു വ്യക്തിക്ക് ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എന്റെ കണ്ണ് പുറത്തേക്ക് തള്ളിപ്പോയി. അത്രത്തോളം ഞാൻ ഞെട്ടിപ്പോയി. ആ പ്രോഗ്രാം കഴിഞ്ഞ് അവസാനം ഞാൻ അദ്ദേഹത്തിനോട് സ്വകാര്യമായിട്ട് പോയി ചോദിച്ചു, സാറ് ഈ പറഞ്ഞതെല്ലാം സത്യമാണോ അതോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണോ? സാറ് പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അദ്ദേഹം എന്റെ ആ കൈ പിടിച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സുരേഷേ, ഞാൻ ചെയ്തതുപോലെ, ഞാൻ പ്രവർത്തിച്ചതുപോലെ നീ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്കും ഇതൊക്കെ സാധ്യമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരാണ് മുബീൻ മുഹമ്മദ്, നമ്മുടെ ഇന്നത്തെ ക്രൗൺ ഡയമണ്ട്. നിങ്ങൾ ആലോചിക്കുക, അന്ന് അദ്ദേഹത്തിന് ഷൈക്കൻഡ് കൊടുത്ത് ഞാൻ പോന്നതാണ്. പിന്നെ ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ബിസിനസ്സിൽ സീരിയസ് ആയിട്ട് ഇറങ്ങി. 4 മാസം ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്തത്. അങ്ങനെ 4 മാസം കഴിഞ്ഞപ്പോ രണ്ടാമതും എനിക്ക് മുബീൻ സാറെ കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അന്ന് അദ്ദേഹം എന്നോട് വേറൊരു കാര്യം പറഞ്ഞു, എന്നോടല്ല മൊത്തത്തിലൊരു കാര്യം പറഞ്ഞു. 2 ടൈപ്പ് ആളുകളാണ് ഈ ബിസിനസ്സിലുള്ളത്. ഒരു ടൈപ്പ് ആളുകള് കക്ഷത്തിലുള്ളത് വിടാനും വയ്യ എന്ന പറക്കണത് പിടിക്കും വേണം. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ നമുക്ക് വിടാനും വയ്യ, എന്നാൽ നമുക്ക് MI ലൈഫ് സ്റ്റൈലിൽ വിജയിക്കും വേണം. ഞാനും അന്ന് അങ്ങനെയായിരുന്നു. എന്റെ ഒഡോഫോൺ ബിസിനസ് വിടാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഒരിക്കലും കയ്യിലുള്ളത് വിട്ടിട്ട് പറക്കണത് പിടിക്കാൻ തയ്യാറാവില്ലല്ലോ. കാരണം എനിക്ക് അന്ന് ഒഡോഫോണിന്ന് ഏകദേശം 70,000 രൂപ സ്ഥിര വരുമാനം കിട്ടുന്ന ബിസിനസ്സാണ്. അത് വിടാതെയാണ് ഞാൻ MI ലൈഫ് സ്റ്റൈൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ മുബീൻ സാർ പറഞ്ഞു, ആരാണോ ഇതിൽ കക്ഷത്തിലുള്ളത് വിട്ടിട്ട് പറക്കണത് പിടിക്കാൻ തയ്യാറാവുന്നത് അവരാണ് ഇതിൽ ഫാസ്റ്റ് ആയിട്ട് വിജയിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാൻ ഒഡോഫോൺ ആ 70,000 രൂപ വരുമാനം കിട്ടുന്ന ബിസിനസ് വിടാൻ ഞാൻ തയ്യാറായി. അങ്ങനെ ഫുൾ ടൈം ആയിട്ട് MI ലൈഫ് സ്റ്റൈലിൽ ഇറങ്ങി. അങ്ങനെ ഫുൾ ടൈം ആയിട്ട് MI ലൈഫ് സ്റ്റൈൽ ഏറ്റെടുത്ത സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, 6 മാസം ഒരു വരുമാനം ഇല്ലാതെയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തത്. ഒഡോഫോണിലെ വരുമാനം ഇല്ല, MI ലൈഫ് സ്റ്റൈലിലും വരുമാനമില്ല. എന്നാൽ ഞാൻ അഗ്രസീവ് ആയിട്ട് ഒരു ദിവസം 8, 10, 12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത ദിവസങ്ങൾ എന്റെ MI ലൈഫ് സ്റ്റൈൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒട്ടും പിന്നോട്ട് തിരിഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കുക, വരുമാനം നിൽക്കും ചെയ്തു, എന്നാൽ നമുക്ക് എക്സ്പെൻസും ഉണ്ട് അല്ലെ, നമുക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ അതിൻ്റെതായ ചെലവുകളുണ്ട്. ഞാനതൊന്നും നോക്കിയില്ല. 6 മാസം ഞാൻ കഠിനാധ്വാനം ചെയ്തു. അവസാനം എന്റെ ഒരു സൈഡില് എന്റെ ഓർഗ് 2-ല് കണ്ടമാനം ബിസിനസ് വന്നു. പക്ഷെ എന്റെ ഓർഗ് 1-ല് വട്ടപൂജ്യമായിരുന്നു. കുറെ ആളുകൾ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും ആക്റ്റീവ് അല്ല. അങ്ങനെ എന്റെ ഓർഗ് 2-ല് ബിസിനസ് നന്നായിട്ട് വന്നു. എന്റെ താഴെ ഞാൻ സ്പോൺസർ ചെയ്ത നിഷാന്ത് എന്ന് പറഞ്ഞ വ്യക്തി ടീം കോർഡിനേറ്റർ TC ആയപ്പോഴും ഞാൻ ഒരു വരുമാനം ഇല്ലാത്ത ആളായി മാറി. കാരണം എന്റെ ഒരു സൈഡിൽ ഓളിയൻ തന്നെയല്ല. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോ എനിക്ക് പേടിയായി. ഞാൻ എന്റെ ലീഡറെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, ഞാൻ തിരിച്ച് ഒഡോഫോൺ ബിസിനസ്സിലേക്ക് എന്നെ പാർട്ട് ടൈം ആയിട്ട് പോവുകയാണ്. കാരണം എനിക്ക് വരുമാനം കിട്ടുന്നില്ല ഈ ബിസിനസ്സിൽ. എന്റെ ഒരു ഓർഗനൈസേഷൻ ആരും ആക്റ്റീവായിട്ട് വരുന്നില്ല. അപ്പൊ എന്റെ ലീഡർ എന്നോട് പറഞ്ഞു, സുരേഷേ, നീ മനസ്സിലാക്ക്, 6 മാസം നീ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തു, ഒരു 6 മാസം കൂടി നീ ട്രൈ ചെയ്യേ. എന്നിട്ടും നിനക്ക് ഒരു വരുമാനം ഈ ബിസിനസ്സിലൂടെ വരുന്നില്ലെങ്കിൽ നീ തിരിച്ചു ഒഡോഫോണിലേക്ക് എന്നെ പാർട്ട് ടൈം ആയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ലീഡർ പറഞ്ഞത് അതേപോലെ ഏറ്റെടുത്തു. ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ ലീഡേഴ്സ്, നമ്മളുടെ ആക്റ്റീവ് ലീഡേഴ്സ്, നമ്മളുടെ തൊട്ടുമുകളിൽ, ചിലപ്പോൾ നിങ്ങളെ സ്പോൺസർ ചെയ്ത ആളായിരിക്കില്ല ആക്റ്റീവ്. ആരാണോ നിങ്ങളുടെ തൊട്ട് മേലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാള്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്, അയാള് എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് എന്റെ ഫസ്റ്റത്തെ ഒരു അഡ്വൈസ്, എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അന്ന് എന്റെ ലീഡർ എന്നോട് പറഞ്ഞു, സുരേഷ്, നീ ഒരു 6 മാസം കൂടി പരിശ്രമിക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അത് കേൾക്കാതെ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ തിരിച്ച് ഒഡോഫോൺ ബിസിനസ്സിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരിക്കലും ഈ ബിസിനസ്സിൽ ITC ആവില്ലായിരുന്നു. അന്ന് എന്റെ ലീഡർ പറഞ്ഞതുപോലെ ഞാൻ ഏറ്റെടുത്തു. ഞാൻ ഒരു 6 മാസം കൂടി ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എന്റെ വീക്കർ സൈഡ് ആയിട്ടുള്ള ഓർഗ് 1-ല് ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. അയാളെ ഞാൻ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അയാളിലൂടെ
ഞാൻ വലിയൊരു ബിസിനസ് ബിൽഡ് ചെയ്തു. ആ വ്യക്തിയുടെ പേരാണ് അൽത്താഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മളുടെ 4ാം ക്ലാസ്സിലായ അൽത്താഫ് ആയിരുന്നു എൻ്റെ വീക്കർ സൈഡിൽ ഞാൻ കണ്ടുപിടിച്ച വ്യക്തി. ഞാൻ അൽത്താഫ് സാറ് വർക്ക് ചെയ്യാൻ തയ്യാറായ സമയത്ത് ഞാൻ അൽത്താഫ് സാറെ വെറുതെ മോട്ടിവേറ്റ് ചെയ്യല്ല ചെയ്തത്. ഇവിടെ പലപ്പോഴും നമ്മളുടെ ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം, നമ്മളുടെ താഴെ ആക്റ്റീവായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ ഫോണിലൂടെ മോട്ടിവേറ്റ് ചെയ്യും. കാരണം എന്തായാലും അയാൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ഇനിയിപ്പോ അവിടെ പോയി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കാറ്. എന്നാൽ ഞാൻ അതല്ല ചെയ്തത്. അൽത്താഫ് സാർ ഈ ബിസിനസ്സിൽ സീരിയസ് ആയിട്ട് ഇറങ്ങാൻ തീരുമാനിച്ച സമയത്ത് എന്നും രാവിലെ 8 മണിക്ക് ഞാൻ അൽത്താഫ് സാറിന്റെ വീട്ടിലുണ്ടാവും. അൽത്താഫ് സാറിന്റെ വീട് വന്നിട്ട് യൂണിവേഴ്സിറ്റിയാണ്, എന്റെ വീട് വന്നിട്ട് മഞ്ചേരിയാണ്. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ഉണ്ട് അൽത്താഫ് സാറിന്റെ വീട്ടിലേക്ക്. രാവിലെ 8 മണിക്ക് ഞാൻ അൽത്താഫ് സാറിന്റെ വീട്ടിലെത്തും. രാത്രി 12 മണി 1 മണിക്കാണ് ഞാൻ അൽത്താഫ് സാറിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോരാറ്, അവരുടെ നാട്ടിൽ നിന്ന് തിരിച്ചു പോരാറ്. എന്നും എനിക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. കാരണം എന്താ, എന്റെ ഓർഗ് 2-ല് ലക്ഷങ്ങളുടെ ബിസിനസ് ഉണ്ട്, പക്ഷെ എന്റെ ഓർഗ് 2-ല് 0 ആണ്. ഞാൻ എന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീരുമാനിക്കുന്ന ഒരു കാര്യം എന്താ പറയാ നിങ്ങൾക്ക്, ഇന്ന് 35,000 രൂപയുടെ ബിസിനസ് ക്ലോസ് ചെയ്യാതെ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വരില്ല. ഇതാണ് എന്റെ ടാർഗറ്റ്. കാരണം എന്റെ ഒരു ദിവസത്തെ കൂലി അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ആഗ്രഹിക്കുന്ന വരുമാനം അന്ന് 3,500 രൂപയായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചതെന്ന് അറിയാം നിങ്ങൾക്ക്? ഞാൻ എൻ്റെ കപ്പൽ കത്തിച്ച ആളാ. എന്താ കപ്പൽ കത്തിക്കുക എന്ന് പറഞ്ഞാല്, എനിക്ക് സ്ഥിരം വരുമാനം കിട്ടുന്ന വോഡോഫോൺ, ഏകദേശം 70,000 രൂപ വരുമാനം കിട്ടുന്ന വോഡോഫോൺ മാറ്റിവെച്ചാണ് ഞാൻ ഇതിൽ വന്നത്. അതുകൊണ്ട് ഏറ്റവും മിനിമം 70,000 രൂപ വരുമാനം കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും ആവുള്ളൂ. കാരണം എനിക്ക് കിട്ടുന്ന വരുമാനമായിരുന്നു അത്. 70,000-ന് മുകളിൽ എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് മൈ ലൈഫ് സ്റ്റൈലിലൂടെ ഒരു വരുമാനം കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മിനിമം 70,000 കിട്ടുക എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ 35,000 രൂപയുടെ ബിസിനസ് ക്ലോസ് ചെയ്യാതെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ചു പോരാറില്ല. അധിക ദിവസങ്ങളിലും 12 മണി 1 മണിക്കാണ് ഞാൻ തിരിച്ചു പോരാറ്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 1 മണിക്ക് തിരിച്ചു പോരുന്ന സമയത്ത് ആകെ കൊണ്ടോട്ടി യൂണിവേഴ്സിറ്റി ഭാഗങ്ങളിൽ ഒരു ഹോട്ടൽ മാത്രമേ തുറന്നിരിക്കാറുള്ളൂ. അത് നമ്മളുടെ കരിപ്പൂർ എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ്. അത് 24 hours ഓപ്പണാണ്. എന്നും രാത്രി 1 മണി 1:30 മണിക്ക് കരിപ്പൂർ എയർപോർട്ടിന് മുന്നിലുള്ള ഹോട്ടലിനാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ്. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏകദേശം 3-4 മാസം ഞാൻ അൽത്താഫ് സാറിന്റെ താഴെ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് അവിടെ നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ന് നിങ്ങള് അൽത്താഫ് സാറിനെ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇന്ന് നിങ്ങൾ അൽത്താഫ് സാറെ കാണുന്ന സമയത്ത് നിങ്ങൾ എന്താ വിചാരിക്കാറ്? ഓ, ഇതുപോലൊരു അൽത്താഫ് സാറ് എന്റെ താഴെയും വന്നിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സമയത്ത് ഈ ബിസിനസിനെ കുറ്റം പറഞ്ഞ് ഇതൊന്നും നടക്കില്ല, ഇതൊന്നും നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് അൽത്താഫ്. അൽത്താഫിനെ അൽത്താഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ താഴെയും അൽത്താഫും ഉമ്മർ ഉസ്താദും ഹമീദ് ഉസ്താദും ബാപ്പു തങ്ങളും അഷ്റഫ് സാറും ഇതുപോലത്തെ ധാരാളം ആളുകൾ നിങ്ങളുടെ ടീമിലും വരുന്നുണ്ട്. പക്ഷെ അവരെ തുടക്കകാലങ്ങളിൽ അവര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റത്തെ ഒരു 4 മാസം നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ടീമിൽ ഒരാള് ആക്റ്റീവായിട്ട് വരാൻ തീരുമാനിച്ചാൽ, അയാൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ, അയാളെ ആദ്യത്തെ ഒരു 4 മാസം നിങ്ങൾ അയാളെ കൂട്ടിപ്പിടിച്ച് അയാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പരമാവധി ചെയ്ത് അയാൾക്കൊരു നല്ല ടീം സെറ്റ് ചെയ്ത് കൊടുത്ത് അയാൾക്കൊരു സ്ഥിര വരുമാനമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ടീമായി ഒരു നല്ലൊരു ടീമൊക്കെ ആയി അവർക്ക് ഒരു സ്ഥിര വരുമാനമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചാൽ, ഈ ബിസിനസ്സിൽ ഒരു വിശ്വാസം നേടിക്കൊടുക്കാൻ സാധിച്ചാൽ, പിന്നെ നിങ്ങൾ മാറി നിന്നാലും അവിടെ ബിസിനസ് നടന്നോളും. ആദ്യത്തെ ഒരു 4 മാസം കഴിഞ്ഞു. ഞങ്ങളുടെ ടീമിന്ന് ദുബായ് ട്രിപ്പ് ക്വാളിഫൈ ചെയ്തു. അൽത്താഫ് സാർ അടക്കം ഞങ്ങളുടെ ടീമിന്ന് 4 പേര് ദുബായ് ട്രിപ്പ് ക്വാളിഫൈ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ദുബായിലൊക്കെ പോയി വന്ന സമയത്ത് പിന്നെ അൽത്താഫ് സാർ എന്നോട് പറഞ്ഞു, സുരേഷ് സാറേ, ഇനി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എന്റെ അടുത്തേക്ക് സ്ഥിരമായിട്ട് വരേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്തോളാം, എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം സുരേഷ് സാറ് വന്നാൽ മതി. അങ്ങനെ
നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു ഫസ്റ്റത്തെ ഒരു 4-5 മാസം ഞാൻ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 25 കോടിയുടെ ടേൺ ഓവർ ആണ് ഇന്ന് ആ വട്ടപൂജ്യമായി നിന്ന ഒന്നുമില്ലാത്ത ബിസിനസ്സിൽ നിന്നും ഇന്ന് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിൽ കഠിനാധ്വാനം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരാൾ വിജയിക്കാത്തത് അയാൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ അയാൾക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു ടാലന്റ് ഒരു സ്കില്ലില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അയാള് എന്നാൽ കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ ഏറ്റെടുത്ത മേഖലയിൽ കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ വിജയിക്കാൻ സാധിക്കും. കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, ഒരു വ്യക്തമായ ഡിസിപ്ലിൻ, ഒരു പ്ലാനോട് കൂടിയിട്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു മെന്റർ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു മെന്റർ ഉണ്ട്? മെന്റർ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, പല ആളുകൾക്കും എന്തറിയോ, ഈ മാസം ഒരു മെന്റർ ആയിരിക്കാം. ഇപ്പൊ ഞാൻ പറയാം, ഈ മാസം എന്റെ മെന്റർ ഉമ്മർ ഉസ്താദ് ആണെന്ന് വിചാരിക്കാം. നാളെ ഉമ്മർ ഉസ്താദ് എന്നോട് ദേഷ്യപ്പെട്ടാൽ എന്റെ മെന്റർ ഞാൻ മാറ്റിയിട്ട് ഹമീദ് ഉസ്താദിനെ ആക്കും. കാരണം എന്താ, ഉമ്മർ ഉസ്താദ് എന്നോട് ദേഷ്യപ്പെട്ടു, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഉമ്മർ ഉസ്താദ് പറഞ്ഞത്, അതുകൊണ്ട് അടുത്ത മാസം ഞാൻ ആരെ ആക്കി? മെന്റർ ഹമീദ് ഉസ്താദിനെ ആക്കി. അടുത്ത മാസം ഞാൻ ഹമീദ് ഉസ്താദിനെ മാറ്റിയിട്ട് മെന്റർ ആരെ ആക്കി? ബാപ്പു തങ്ങളെ ആക്കി. ഇങ്ങനെ ഓരോ മാസവും മാറുന്ന ആളല്ല മെന്റർ. കാരണം നിങ്ങളുടെ മെന്റർ നിങ്ങളോട് ദേഷ്യപ്പെടും. എന്തിനാ ദേഷ്യപ്പെടുന്ന അറിയോ? നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഒരാളെ മെന്ററായിട്ട് ഏറ്റെടുത്താൽ അയാൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ പറയാറുണ്ട് ഫോളോ ദി സിസ്റ്റം ലൈക്ക് എ ഫൂൾ. ആരാണോ സിസ്റ്റം ഒരു വിഡ്ഢിയെ പോലെ ഫോളോ ചെയ്യുന്നത് അവരാണ് ബിസിനസ്സിൽ വിജയിക്കുന്ന ആളുകള്. അപ്പൊ നിങ്ങൾ ഒരാളെ മെന്ററായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടോ? അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങളും നിങ്ങളുടെ മെന്റർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാറുണ്ടോ? അവരാണ് ബിസിനസ്സിൽ വിജയിക്കുന്ന ആളുകള്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഒരു മെന്റർ വേണം. കാരണം നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ലീഡേഴ്സ് ഒരിക്കലും നിങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഒന്നും പറയില്ല. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ആക്റ്റീവ് ലീഡേഴ്സ്, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇതിനകത്ത് സ്ഥിരമായിട്ട് വരുമാനം കിട്ടുന്ന ഒരാളെ ആയിരിക്കണം നിങ്ങൾ മെന്ററായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇതിനകത്തുനിന്ന് സ്ഥിരമായിട്ട് അയാളുടെ റാങ്കുകൾ ഗ്രോ ചെയ്യുന്ന ഒരാളായിരിക്കണം നിങ്ങളുടെ മെന്റർ. അങ്ങനത്തെ ഒരാളെ നിങ്ങൾ മെന്ററായിട്ട് സെലക്ട് ചെയ്താലുള്ള ഗുണം എന്താ പറയുക നിങ്ങൾക്ക്? അയാള് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അയാൾ ഇതിൽ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടാണ് ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ചെയ്ത തെറ്റുകൾ നിങ്ങൾക്ക് ആവർത്തിക്കേണ്ടി വരില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിക്കൂ, ഇപ്പൊ ഞാനാണ് നിങ്ങളുടെ മെന്റർ എന്ന് വിചാരിക്കുക. ഒരു 7 വർഷമോ 5 വർഷമോ 6 വർഷമോ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങളുടെ മെന്റർ എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് 6 വർഷം നിങ്ങൾക്ക് ലാഭമാണ്. കാരണം 6 വർഷം ആ ലീഡർ ചെയ്ത തെറ്റുകളൊന്നും നിങ്ങൾക്ക് ആവർത്തിക്കേണ്ടി വരില്ല. കാരണം നിങ്ങൾക്ക് ആ വ്യക്തി കൃത്യമായിട്ട് പറഞ്ഞു തരും, ആ ചെയ്തത് ശരിയല്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം. ഇത് എന്തുകൊണ്ടാ പറഞ്ഞു തരുന്നറിയോ? ഈ ലീഡർ ഈ തെറ്റ് ചെയ്തിട്ട് പരാജയപ്പെട്ട ആളാണ്, അതുകൊണ്ട് ആ തെറ്റ് ചെയ്യാൻ നിങ്ങളെ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ വെബ് മീറ്റിംഗിൽ പറഞ്ഞാൽ ആളുകൾ കയറാറില്ല. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ GTSകൾ അല്ലെ, നമ്മളുടെ ലീഡേഴ്സ് സ്ഥിരമായിട്ട് നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ GTSൽ പങ്കെടുക്കുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ആളുകള് GTSൽ കയറാൻ മടി കാണിക്കാറുണ്ട്. നമ്മളുടെ വീക്കിലി നടക്കുന്ന GTSകളിൽ കയറാൻ മടി കാണിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക്, ഇപ്പൊ എന്നെ പോലത്തെ ആളുകൾക്ക് ഈ ബിസിനസ്സിൽ എന്തുകൊണ്ടാണ് കുറച്ചെങ്കിലും വിജയിക്കാൻ സാധിച്ചതെന്ന് അറിയോ? നമ്മളൊക്കെ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് GTSകളാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങളൊക്കെ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് GTS ഉണ്ടായിരുന്നത് കോഴിക്കോടാണ്. ഞങ്ങളുടെ നമ്മളുടെ മലപ്പുറം ജില്ലയില് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നില്ല 2017. ഈ ബിസിനസ്സിന് വരുമാനം കിട്ടുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഒരു മീറ്റിംഗ് വെച്ചിട്ട്, മഞ്ചേരിയിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഞങ്ങൾ ആളുകളെ ക്ഷണിച്ചാൽ 2, 3, 4 ആളുകളാണ് ആകെ മീറ്റിങ്ങിന് വരാറ്. എന്നാൽ ആ സമയത്ത് കുറച്ച് ഒരു 10, 100 ആളുകളെ കാണണമെങ്കിൽ ഞങ്ങൾക്ക് കോഴിക്കോട് പോകണം. ആ സമയത്ത്
ഞങ്ങൾ എന്താ ചെയ്യാന്നറിയോ? ഞങ്ങൾ ഇവിടുന്ന് കാറ് വിളിച്ചിട്ട്, ഞങ്ങളുടെ അടുത്തൊന്നും അന്ന് കാറില്ല. എന്റെ അടുത്ത് അന്ന് ചെറിയൊരു കാർ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ടീമിൽ പല ആൾക്കാരുടെ അടുത്തും കാറൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ടാക്സി വിളിക്കും. ടാക്സി വിളിച്ചിട്ട് ഇവിടുന്ന് 10ഉം 12ഉം ആൾക്കാരെ കൂട്ടിയിട്ട് ഞങ്ങൾ കോഴിക്കോട്ടേക്കാണ് മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോഴിക്കോട് പോയി മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു 7 മണി 8 മണിയൊക്കെ ആവും സമയം. ഇങ്ങനെ കോഴിക്കോട് GTS ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഞങ്ങളൊക്കെ ബിസിനസ് ബിൽഡ് ചെയ്തത്. എന്നാൽ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഓരോ ടൗണുകളിലും നമുക്ക് GTSകൾ ഉണ്ട്. മഞ്ചേരി ഉണ്ട്, നിലമ്പൂർ ഉണ്ട്, വണ്ടൂർ ഉണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് GTSകൾ ഉണ്ട്. എന്നാൽ ഈ GTSകൾ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മടിയാണ്. എന്താണ് GTSകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത? കാരണം ഞങ്ങളൊക്കെ GTSകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഞങ്ങളൊക്കെ ബിസിനസ് ബിൽഡ് ചെയ്തിരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ ചെയ്തിരുന്നത് എന്താണെന്നറിയോ? ഒരു ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്യും. അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു ഹോം മീറ്റിംഗ് വെക്കും. ഞങ്ങള് തുടക്കകാലങ്ങളിൽ ചെയ്ത ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ പറയുക നിങ്ങൾക്ക്? ഞങ്ങൾ ഈ 1 to 1 കൂടുതൽ ചെയ്യാറില്ല. ഒരാളെ പോയി ഒറ്റയ്ക്ക് കാണുന്ന പരിപാടി ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾ അധികവും വീടുകളിലാണ് മീറ്റിംഗ് വെക്കാറ്. നിങ്ങൾ മനസ്സിലാക്കുക, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിൻഡോ ടു വിൻഡോ ആണ്. എന്താ വിൻഡോ ടു വിൻഡോ എന്ന് പറഞ്ഞാൽ? ഒരു വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലേക്കാണ് ഈ ബിസിനസ് പോകേണ്ടത്. അപ്പൊ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അയാളുടെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് വെക്കുക, ഒരു ബിസിനസ് മീറ്റിംഗ് വെക്കുക. എന്നിട്ട് അവിടേക്ക് ഒരു 10ഓ 30ഓ 40 ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക. അതിലൊരു 20ഓ 30ഓ 25ഓ പേര് വരും. ആ മീറ്റിംഗിൽ വന്ന 25 പേരെ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്തിട്ട് അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ മുഴുവൻ നിങ്ങളൊരു വണ്ടി വിളിച്ചിട്ട്, അതാ ഞാൻ പറയുന്നത്, അവിടെയാണ് പല ആളുകളും പരാജയപ്പെടുന്നത്. നിങ്ങളുടെ മീറ്റിംഗിൽ ഒരു 15 പേര് ഇതിൽ സീരിയസ് ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ 15 പേരോടും നിലമ്പൂർ GTSലേക്ക് വരാൻ പറയാണ്. ജസ്റ്റ് ഫോൺ കോൾ ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ നിലമ്പൂർ GTSന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. അതല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ ടീമില്, നിങ്ങളെ മീറ്റിംഗിൽ ഒരു 15 പേര് ഇത് സീരിയസ് ആയിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 15 പേർക്ക് പോവാനുള്ള ഒരു വണ്ടി ബുക്ക് ചെയ്യണം. വണ്ടി ബുക്ക് ചെയ്തിട്ട് ഈ 15 പേരോട് നിങ്ങൾ എന്താ പറയേണ്ടത്? നിങ്ങൾ വീട്ടിൽ നിന്നാ മതി, ഞാൻ വണ്ടിയായിട്ട് വരാം, നമുക്ക് ഒരുമിച്ച് നിലമ്പൂർ GTSലേക്ക് പോവാം. അങ്ങനെ നിങ്ങൾ അവരുടെ വീട്ടിൽ പോയി അവരെ പിക്ക് ചെയ്ത്, നിങ്ങളാണ് വണ്ടിക്ക് വാടക കൊടുക്കുന്നത്, നിങ്ങളാണ് വണ്ടി വിളിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വണ്ടി ഉണ്ടാവില്ല, നിങ്ങൾ വാടകയ്ക്ക് വണ്ടി വിളിക്കണം. അങ്ങനെ നിങ്ങൾ വണ്ടി വിളിച്ചു പോയിട്ട് ഈ 15 പേരെയും പിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിലമ്പൂർ GTSലേക്ക് പോയി കഴിഞ്ഞാൽ, നിലമ്പൂർ ഓർ മഞ്ചേരി ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ മലപ്പുറം ഏതെങ്കിലും ഒരു GTSലേക്ക് നിങ്ങൾ ഇത്രയും ആളുകളെ, ഈ ഹോം മീറ്റിങ്ങിന് വന്ന ആളുകളെ മുഴുവൻ നിങ്ങൾ ഈ ഒരു വണ്ടി വിളിച്ച് മീറ്റിങ്ങിന് എത്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു 15 പേരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടിയാണ് അതിൽ 10 പേര് ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് GTSൽ വരുമ്പോൾ ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഒരാളുടെ വീട്ടിൽ പോയിട്ട് ഇനി എന്തൊക്കെ കഥകൾ പറഞ്ഞാലും അയാളുടെ തലയിൽ ഇത് കേറില്ല. കാരണം അയാൾ ചിന്തിക്കുന്നത് എന്താ അറിയോ? സുരേഷ് സാർക്ക് ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഉമ്മർ ഉസ്താദിന് ഇത് ചെയ്യാം, കാരണം അവരൊക്കെ നല്ല കഴിവുള്ള ആളുകളാണ്. എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല, കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. എന്നാൽ നിങ്ങളൊരു GTSലേക്ക് ഒരാളെ കൊണ്ടുപോയാൽ അവിടെ അയാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അയാളുടെ അതേ ക്യാരക്ടറുള്ള, അതേ ക്വാളിറ്റി, അതേ ലെവലിലുള്ള ധാരാളം ആളുകളെ നേരിട്ട് കാണുകയാണ്. മാത്രമല്ല ഈ ബിസിനസിന്റെ ഒരു വലിയൊരു പിക്ചർ നമുക്കൊരു GTSൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഞാനിതിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ആളാ. ഞാനൊരാളെ നേരിട്ട് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ബിസിനസിന്റെ വലുപ്പം അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ബിസിനസിന്റെ ഒരു പ്രത്യേകത അതാണ്. എന്നാൽ നിങ്ങൾ ഒരു GTSൽ ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ബിസിനസിന്റെ ഒരു പിക്ചർ എന്താണ്, MI ലൈഫ് സ്റ്റൈൽ ബിസിനസ്, ഏതൊക്കെ ടൈപ്പ് ആളുകള്. ഒരു വീട്ടമ്മയ്ക്കാണ് നിങ്ങൾ പ്ലാൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു GTSലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വീട്ടമ്മയ്ക്ക് അവിടെ ധാരാളം വീട്ടമ്മമാരെ കാണാൻ പറ്റും. ധാരാളം വീട്ടമ്മമാര് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. ധാരാളം വീട്ടമ്മമാർ അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് GTSലേക്ക് ആളെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു സ്മാർട്ട് വർക്ക്. ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്ന ബിസിനസ് ഇങ്ങനെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറെ ഓടി നടന്ന് വേർത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു രീതിയല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് വിത്ത് സ്മാർട്ട് വർക്ക്. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ നിങ്ങളൊരു സ്മാർട്ട് വർക്കർ ആണെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 1000 രൂപ കയ്യിൽ നിന്ന് മുടക്കിയിട്ട് ഒരു വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഒരു 10 പേരെ നിങ്ങൾ ഒരു GTSിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈ 10 പേരില് ഒരു 5 പേരോ 6 പേരോ 7 പേരോ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മുടക്കിയ 1000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഈ 5-6 പേര് നിങ്ങൾ ആലോചിക്കോ, ഈ 5 പേര്, ഈ ജോയിൻ ചെയ്യുന്ന 5 പേര് അവരുടെ വീട്ടിൽ മീറ്റിംഗ് വെച്ചു. ഈ 5 പേരുടെ വീട്ടിൽ മീറ്റിംഗ് നടന്നു. ഈ 5 പേരും നിങ്ങൾ ചെയ്തതുപോലെ ഒരു വണ്ടി വിളിച്ചിട്ട് 5 വണ്ടികളിലായിട്ട് GTSിലേക്ക് 10 ആളെ കൊണ്ടുവന്നാൽ നിങ്ങളെ ടീമിൽ നിന്ന് 50 പുതിയ ആളുകൾ കയറി. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇങ്ങനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അതിനു പകരം നിങ്ങൾ GTSിലേക്ക് കയ്യും വീശി വന്നാൽ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ മുഴുവൻ കയ്യും വീശി വരും. പല ആൾക്കാരുടെയും ധാരണ എന്താണെന്നറിയോ? ഒരു ടീം കോർഡിനേറ്ററോ ഒരു ഏരിയ ടീം കോർഡിനേറ്ററോ ആയി കഴിഞ്ഞാൽ പിന്നെ ലീഡർ ആയി എന്നാ വിചാരം. പിന്നെ ഞാൻ ആളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എന്റെ ടീമിലുള്ള ആളുകൾ ആളെ കൊണ്ടുവരട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കും, എവിടെ നീ എവിടെ നീ എന്താ പ്രോസ്പെക്ട്സിനെ കൊണ്ടുവരാത്തത്? ഇയാൾ കയ്യും വീശിയ വന്നിട്ടുള്ളത്. ഈ ഫോൺ ചെയ്യുന്ന ലീഡർ കയ്യും വീശിയ GTSന് പോയിട്ടുള്ളത്. സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, ഞാനിതിൽ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. കഴിഞ്ഞ ആഴ്ച എന്റെ ഇൻകം 2,10,000 ആണ് ഈ ബിസിനസ്സിൽ. കഴിഞ്ഞ ആഴ്ചത്തെ ഇൻകം. ഞാൻ ഇന്നലെ മലപ്പുറത്ത് ഒരു പുതിയ ആളെ കൊണ്ടുപോയി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ ITC ആയി എന്ന് വിചാരിച്ചിട്ട് ആളുകളെ സ്പോൺസർ ചെയ്യാൻ പാടില്ല എന്നല്ല. നിങ്ങൾ ITC അല്ല, നിങ്ങൾ WTC ആയാലും നിങ്ങൾ പുതിയ ആളുകളെ സ്പോൺസർ ചെയ്യണം എന്നാ ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പരിചയമുള്ള എത്രയോ ആളുകൾ ഇപ്പോൾ ഈ ബിസിനസ് കേട്ടിട്ടില്ല. അവരെ ബിസിനസ്സിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും നമ്മളുടെ നാട്ടില് ഈ ബിസിനസ് ചെയ്യേണ്ട യഥാർത്ഥ ആള് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല. അയാളെ തെരഞ്ഞു നടക്കുകയാണ് നമ്മള്. മലപ്പുറം ജില്ലയിൽ ഡയമണ്ട് ആവേണ്ട ആൾ ഇപ്പോഴും ഈ ബിസിനസ്സിൽ വന്നിട്ടില്ല. ഇപ്പൊ മലപ്പുറം ജില്ലയിലെ ITC ഞാൻ മാത്രമാണ്. പക്ഷെ ഡയമണ്ട് ചിലപ്പോ ഞാൻ ആവണമെന്നില്ല. ഈ നാളെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കും എന്നേക്കാൾ മുന്നേ ഈ ബിസിനസ്സിൽ ഡയമണ്ട് ആവാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സ്പോൺസറിങ് ഈ ബിസിനസ്സിൽ നിർത്തരുത്. നമ്മൾ എത്ര വലിയ ലീഡർ ആയാലും സ്പോൺസർ ചെയ്തുകൊണ്ടേയിരിക്കണം, പുതിയ പുതിയ ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ GTSിലേക്ക് എത്ര വലിയ ലീഡർ ആയാലും നിങ്ങൾ GTSിലേക്ക് പുതിയൊരാളെയും കൊണ്ടായിരിക്കണം പോണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അറിയോ? ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റിംഗ് ബിസിനസ് ആണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ടീം ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ബിസിനസ്സിൽ അത്തരത്തില് ആക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ഈ ബിസിനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടോ, എന്നാൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിക്കും. പലപ്പോഴും ആളുകൾക്ക് സ്വപ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ബിസിനസ്സിൽ വിജയിക്കാത്തത്. എന്തുകൊണ്ടാണ് സ്വപ്നങ്ങൾ ഇല്ലാത്തത് എന്നറിയോ? അവർക്ക് ഈ ബിസിനസ്സിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വപ്നങ്ങൾ കാണും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാസം 70,000 രൂപ വരുമാനം കിട്ടുന്ന ബിസിനസ് മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം ആയിട്ട് ഞാൻ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ വിശ്വാസം വന്നത് കൊണ്ടാണ്. ഇതിലൂടെ മുബീൻ സാറെ പോലെ ലക്ഷങ്ങൾ വരുമാനം കിട്ടാൻ അവസരമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തത്. നിങ്ങൾ മനസ്സിലാക്കുക, 2 തരം ആളുകളാണ് നമ്മളുടെ നാട്ടിലുള്ളത്, നമ്മളുടെ ഇടയിലുള്ളത്. ഇപ്പൊ മുബീൻ സാർക്ക് 35 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് 2 രീതിയിൽ എനിക്ക് ഇതിനെ മനസ്സിലാക്കായിരുന്നു. ഒന്ന്, എങ്ങനെ ചിന്തിക്കായിരുന്നു, അത് മുബീൻ സാറല്ലേ, മുബീൻ സാറെ പോലെ സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല, അത് 1000-ൽ ഒരാൾക്ക് അല്ലെങ്കിൽ 1,00,000-ൽ ഒരു മുബീനല്ലേ വരുന്നുള്ളൂ, 1,00,000-ൽ ഒരു മുബീന് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ ഒഡോഫോൺ ബിസിനസ് ഒക്കെ വിട്ടിറങ്ങിയാൽ ഞാനൊരു വിഡ്ഢിയായി മാറില്ലേ, ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചത് അങ്ങനെയല്ല. മുബീൻ സാർക്ക് ഇതിൽ 35 ലക്ഷം രൂപ മാസ വരുമാനം കിട്ടുന്നുണ്ട് എങ്കിൽ അത് സത്യമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇതിലൂടെ 35 ലക്ഷം രൂപ വരുമാനം നേടും എന്ന ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് 2017 ഞാൻ എറണാകുളത്തുനിന്ന് തിരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ITC എന്നൊരു റാങ്കിങ്ങിലും എത്താൻ സാധിച്ചത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്കിതിൽ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ഉമർ ഉസ്താദ്, ഹമീദ് ഉസ്താദ്, അല്ലെങ്കിൽ ബാപ്പു തങ്ങള്, അഷ്റഫ് സാറ്, എനിക്ക് അറിയുന്ന ആൾക്കാരുടെ പേര് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിലും വലിയ ലീഡേഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ ടീമിൽ ഉണ്ടായിരിക്കാം. ഇവർക്കൊക്കെ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരുമാനം കിട്ടും. കാരണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവര് ചെയ്ത വർക്ക് നിങ്ങൾ ചെയ്താൽ മതി, അവര് ചെയ്തത് മാത്രം ചെയ്താൽ മതി.
നമ്മളുടെ ബിസിനസിന് ഏറ്റവും വലിയ ബ്യൂട്ടി എന്താ പറയുക, നിങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, പല ബിസിനസ്സിലും ആളുകൾ പരാജയപ്പെടുന്നത് അവർക്ക് ആ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കാത്തത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് അതിന് വേണ്ട ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് അറിയോ, ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ല, നിങ്ങൾ വലിയൊരു കഴിവുള്ള ആളാവണമെന്നില്ല, നിങ്ങൾ വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള ആളാവണമെന്നില്ല. ഇവിടെ ആകെ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ട ഒരേ ഒരു ക്വാളിറ്റി എന്താണെന്നറിയോ, നിങ്ങൾക്ക് വിജയിക്കണമെന്ന് അതിയായ ആഗ്രഹം വേണം. വിജയിക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ ലീഡേഴ്സ് പറയുന്നത് അതുപോലെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ ലീഡേഴ്സ് എന്താണോ ചെയ്തത് അത് അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ ബിസിനസ്സിൽ കുറച്ചെങ്കിലും വിജയിക്കാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ, ഞാൻ പഠിക്കുന്ന കാലത്തെ കോപ്പി അടിക്കാൻ മിടുക്കനായിരുന്നു. കോപ്പി അടി ആയിരുന്നു എന്റെ ഏറ്റവും വലിയൊരു കഴിവ്. അങ്ങനെ നിങ്ങൾ കോപ്പി അടിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഈസി ആയിട്ട് വിജയിക്കാൻ സാധിക്കും. അപ്പൊ എന്റെ ടൈം ഏകദേശം കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ ഒരു ചെറുതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക, ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക, 100% വിശ്വസിക്കുക, നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ കഴിവോ, നിങ്ങൾ ഇന്ന് എന്താണ് എന്ന് നോക്കുന്നതിൽ ആരും നിങ്ങളോട് ചോദിക്കുന്നില്ല. ആരെങ്കിലും ഈ ബിസിനസ്സിൽ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കാറുണ്ടോ, ഇന്ന് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താണ്, നിങ്ങളുടെ സാമ്പത്തിക ശേഷി എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, ഇതൊന്നും ആരും നിങ്ങളോട് ചോദിക്കാറില്ല. ആകെ നമ്മൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇതിൽ വിജയിക്കാൻ തയ്യാറാണോ? ഞങ്ങളൊരു കൈ നീട്ടുമ്പോ നിങ്ങളൊരു കൈ ഞങ്ങൾക്ക് തരാൻ തയ്യാറുണ്ടോ? നമ്മളൊപ്പം കൈ കോർക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇത്ര മാത്രമേ ആളുകൾ, നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങൾ ചോദിക്കാറുള്ളൂ. അതിന് നിങ്ങൾ റെഡി ആണെങ്കിൽ 100% ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. കഴിഞ്ഞ 7 വർഷം ഞാൻ വന്നിട്ട് 7.5 വർഷമായി. കഴിഞ്ഞ 7.5 വർഷം ഞാൻ എടുത്ത അതേ വർക്ക് ഇനി വരുന്ന ഒരു 5 വർഷം ഞാൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്, എനിക്ക് കഴിഞ്ഞ 7 വർഷം കൊണ്ട് കിട്ടിയ വരുമാനത്തിന്റെ 10 ഇരട്ടി വരുമാനാണ് ഇനി എനിക്ക് കിട്ടാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയോ? നമ്മുടെ കമ്പനി കഴിഞ്ഞ 13 വർഷമായി നമ്മളെ കമ്പനി വന്നിട്ട്, കഴിഞ്ഞ 13 വർഷം കൊണ്ട് നമ്മളെ കമ്പനി ചെയ്ത ടേൺ ഓവർ 1200 കോടിയാണെങ്കിൽ അടുത്ത 5 വർഷം 2030 ആകുമ്പോഴേക്ക് നമ്മളെ കമ്പനി പ്ലാൻ ചെയ്യുന്നത് 9000 കോടിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ ആയിട്ടുള്ള പ്രവീൺ ചന്ദൻ സാർ സ്റ്റേജിൽ നിന്നും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെയോ നിങ്ങളെയോ കണ്ടിട്ടല്ല. നമ്മൾ ആരും ഇല്ലെങ്കിലും പ്രവീൺ ചന്ദൻ സാറ് 9000 കോടി എത്തിക്കും പറഞ്ഞാൽ അത് എത്തിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. അതാണ് എനിക്ക് പ്രവീൺ ചന്ദൻ സാറിലുള്ള വിശ്വാസം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ കമ്പനി 2030 ആകുമ്പോ 10 ഇരട്ടി ഗ്രോ ചെയ്യും. നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തിക്ക് അനുസരിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്നതിനനുസരിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഈ ബിസിനസ്സിനെ വിശ്വസിക്കുന്നതിനനുസരിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഈ ബിസിനസ്സിനെ നെഞ്ചോട് ചേർത്തിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത്, അടുത്ത 5 വർഷം ക്രൂഷ്യലാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു 5 വർഷമാണ്. നിങ്ങൾ അടുത്തൊരു 5 വർഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നെഞ്ചോട് ചേർത്തിട്ട് ഈ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ജീവിതം സെക്യൂർ ആവുന്നുണ്ടാവും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വരാൻ പോകുന്ന 3 തലമുറ സെക്യൂർ ആക്കുന്ന ഒരു ബിസിനസ് ആണിത്. അടുത്തൊരു 5 വർഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ജീവിതം, സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ആസ്വദിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങളുടെ കൈ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു 5 വർഷം നിങ്ങൾ ആരെയും നോക്കാതെ, ചിലപ്പോൾ നിങ്ങളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന ആൾ ഈ ബിസിനസ് നിർത്തി പോകുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ നിർത്തി പോകുന്നുണ്ടാവും. ആരൊക്കെ നിർത്തിയാലും നിങ്ങൾ നിർത്താതെ ഈ ബിസിനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഒരു 5 വർഷം നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്ത് സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ് സ്റ്റൈൽ. നിങ്ങൾക്ക് ദൈവമായിട്ട് കൊണ്ടുതന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ് സ്റ്റൈൽ. വിശ്വസിക്കുക, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക, എക്സൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക, ഒരു മീറ്റിംഗ് മിസ്സാക്കാതെ പരമാവധി എല്ലാ മീറ്റിങ്ങുകളും ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളെ ലീഡേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഏത് മീറ്റിംഗിലും ശക്തമായിട്ട് ഇറങ്ങി വർക്ക് ചെയ്തിട്ട് ലീഡേഴ്സിനെ വിശ്വസിച്ചിട്ട് നിങ്ങളിൽ വിശ്വസിക്കുക. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ആളുകൾക്കും നമുക്ക് നമ്മളെ വിശ്വാസമല്ല, എന്നെ കൊണ്ട് സാധിക്കോ, നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ ദൈവം ഒരു എല്ലാ കഴിവുകളും ഉള്ള ഒരാളായിട്ടാണ് നിങ്ങളെ
ജനിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ കഴിവുകൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളെ കഴിവുകളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്ന് ആക്റ്റീവായിട്ട് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ആരാണെന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും നല്ല വിജയം നേർന്നുകൊണ്ട് എല്ലാവരും അടുത്തൊരു 5 വർഷം കൊണ്ട് നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്.